നിത്യദേവർ നന്ദി പറയുന്ന കർത്താവേ, എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാൻ, കുടുംബജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും വേദനകളും ദുരിതങ്ങളും ഏറ്റെടുക്കാൻ കർത്താവേ, ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ, ഇടവക ജീവിതത്തിലുള്ള വിഷയങ്ങളും പ്രതിസന്ധികളെ ഏറ്റെടുക്കാൻ കർത്താവേ, ഞങ്ങളുടെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം ശക്തിയായി കരുത്തായി കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ആത്മാവിനെ അഴക്കണമേ. ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർത്ത് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. കരങ്ങളിച്ചുകൊണ്ട് സകല ജനത്തിന്റെയും കുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങളിച്ചുകൊണ്ട് അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെയും കുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി പോലെ ഇറങ്ങണമേ. ഓരോ കുടുംബങ്ങളിലും പതിയണമേ. ഓരോ വ്യക്തികളിലും കാറ്റായി വീശണമേ. സഭയിൽ മുഴുവനും ആത്മനദിയായി ഒഴുകണമേ. ശക്തമായി തീ പോലെ ഇറങ്ങണമേ. ഉടമ്പടി നിയോഗങ്ങളില് പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. ഓരോ ദൈവമക്കളിലും പതിയണമേ. പങ്കെടുക്കുന്ന മക്കളില് അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെയും കുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെയും കുത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവത്തിനെ ഇതിൻ്റെ എല്ലാത്തിനും അകലേക്ക്, അതായത് കർത്താവിൻ്റെ നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പീഡാസഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് കൂടി കൂട്ടിവെക്കാൻ, ചേർത്ത് വെക്കാൻ, സമർപ്പിക്കാൻ നീ എടുക്കുന്ന സമയമാണ് യേശുവിനെ അറിയാനുള്ള സമയം. ആ സമയം തന്നെയാണ് നിൻ്റെ പുനരുത്ഥാന ആസ്വാദനത്തിന് നിൻ്റെ ആത്മാവെടുക്കുന്ന സമയം. അതുകൊണ്ടാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇതൊരറിവാണ്. വാട്ട് എവർ ഹാപ്പൻ ടു us, it must be known, it must be seen through the eyes of Jesus. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും അത് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നീ എടുക്കുന്ന സമയം തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവ സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17:3 ഏറ്റു പറഞ്ഞ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അതായത് എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ പലതരത്തിലുള്ള രോഗികൾ, ഇപ്പോൾ ക്യാൻസർ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ ഈ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളില്ലേ, അതുപോലെയുള്ള രോഗികളെ ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയെ കൈവെക്കുമ്പോൾ കർത്താവ് ചിലരോട് പറയും ഇത് സുഖപ്പെടും, പക്ഷേ ഇത് സുഖപ്പെടുത്തില്ല, ഇത് നീ അവൻ്റെ അമ്മയോട് പറയണം, അവൻ്റെ അപ്പനോട് പറയണം. അപ്പനും അമ്മയുമാണ് മക്കളുടെ കാര്യത്തിൽ. മക്കളുണ്ടാക്കുന്ന അധ്വാനം ഇല്ലേ മക്കളെ, മക്കളുണ്ടാക്കുന്ന അവർ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കന്മാർക്ക് വേണ്ടി അല്ലേ, അടിസ്ഥാനപരമായിട്ട്. പിന്നെയാണ് സഹോദരങ്ങളെ വരണത്. നമ്മൾ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരണത്. ഇതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും അല്ലേ? നമ്മുടെ മക്കളുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും. കല്യാണം കഴിക്കണവരെ, കല്യാണം കഴിക്കുമ്പോൾ പ്രഥമ പങ്കാളി വൈഫായിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഭർത്താവായിട്ട് വരും. ഈ ബന്ധങ്ങളിലെല്ലാം ഭൗതിക വരുമാനത്തിൻ്റെ അതേ അവകാശികൾ തന്നെയാണ് അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെ അവകാശികളും.
യു ഗോട്ട് ദ പോയിന്റ്. പറഞ്ഞു മനസ്സിലായ? അതായത് ഒരു ഭൗതിക വരുമാനത്തിൻ്റെ പ്രഥമ അവകാശികൾ ദ്വിതീയ അവകാശികൾ തന്നെയായിരിക്കും അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെയും അവകാശികൾ. നീ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഹിക്കുമ്പോൾ, നിങ്ങൾക്കുള്ള കൃപയുടെ അലോട്ട്മെൻറ്റ് ആർക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ദൈവിക ആഗ്രഹപ്രകാരം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പ്രതി അത് ഏറ്റെടുക്കുന്നുവോ അവർക്ക് ആ കൃപയുടെ പങ്കാളികൾ അവരായിരിക്കും. ഇപ്പോൾ എന്നോട് ഓട്ടിസം ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചില ഓട്ടിസം മാറാൻ പാടാണെന്ന് തന്നെ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധീകരണ നടപടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഈശോയോട് പറയും, ഈശോ ഞാൻ കുഞ്ഞിൻ്റെ ഓട്ടിസമുള്ള കുഞ്ഞിൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ കുരിശ്, ഇത് കുരിശാണല്ലോ, ഈ കുരിശിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ, ഉയർപ്പിൻ്റെ പൂക്കൾ, ഉത്ഥാനത്തിൻ്റെ പൂക്കൾ, ഉയർപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഇത് മുഴുവനായിട്ട് അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ കഞ്ഞിയും കപ്പയും മീനും ഇറച്ചിയും മുതലായ രോഗസൗഖ്യമാരായ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, അതൊരു 10%. നിത്യതയോളം നിലനിൽക്കുന്ന കൃപയാൽ നീ നിറയപ്പെടാൻ വേണ്ടി ചില സമയത്ത് നിനക്ക് കർത്താവ് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അത് കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിത്യതയിൽ നിൻ്റെ ഓഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിവർ സംബന്ധമായ രോഗമുള്ളവര്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, ഓട്ടിസം ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റെടുക്കാനുള്ള കൃപ കർത്താവെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി ചുതിക്കട്ടെ. ആരാധന, കരങ്ങൾ വീശി എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. യേശുവേ, ഇനി പുനരുത്ഥാനത്ത് അതായത് ഒരു പാഷൻ, ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനെടുക്കുന്ന സമയം തന്നെയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനെടുക്കുന്ന സമയം ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇനി ഇതിൻ്റെ വേറെ രസം, ഈ സംഭവം, ഈ സമയം എങ്ങനെ ചുരുക്കാം? അവർ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് പറയണത്? ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള സമയം എങ്ങനെ ചുരുക്കാം? എങ്കിൽ പുനരുത്ഥാനത്തിനുള്ള നിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവത്തിൻ്റെ സമയവും ചുരുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായാൽ, നിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു വേദന, അയൽവാസിയുടെ പാരവെപ്പോ സൂചിവെപ്പോ കള്ളക്കേസ് കൊടുക്കുകയോ, നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരൻ നിന്നെ ചെയ്യാത്ത കുറ്റത്തിന് അടിക്കുകയോ എന്നാ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ, എന്നെ ഒരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇപ്പം കർത്താവിനെ പോലെ ആയില്ല, രക്ഷപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇപ്പം കർത്താവിനെ പോലെ ആയില്ല, രക്ഷപ്പെട്ടില്ലെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കർത്താവല്ലേ ഒരു കാരണമില്ലാതെ പീഡനം മേടിച്ചത്. അതാണ് സാധനം. പക്ഷെ അത് പെട്ടെന്ന് തോന്നണം നമുക്ക്. അതിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രസമന. ജഡാത്മാവാണെങ്കിൽ ഒരിക്കലും തോന്നത്തില്ല. ഇപ്പം കർത്താവിനെ പോലെ ആയല്ലോ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ എന്താ കാര്യം? സംശയം കൊണ്ട് ഇടിമേടിച്ചതാണ് ഈ പരിപാടി. ഒരു കാരണമില്ല അതിനകത്ത്, അതൊക്കെ സംശയ രോഗമാണ്. അവൻ ഇടിമേടിച്ചാണ്, ഒരു കാരണമില്ല അതിന് ഇടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം കർത്താവിനെ പോലെ ആയല്ല. അപ്പോൾ അവർക്ക് വിറഞ്ഞ് എൻ്റെ അടുത്ത്, എന്താണ് അച്ഛൻ ഇങ്ങനെ പറയണത്? കർത്താവിന് സംശയ രോഗമാണെന്ന്. അതാണ് അവർ ചോദിക്കണത്. ഞാൻ പറഞ്ഞ, അല്ല, കർത്താവാണ് കാരണം കൂടാതെ ഒരു കാരണമില്ലാതെ അടി വാങ്ങിച്ചത്. അവർ കാരണം കൂടാതെ എന്നെ പ്രഹരിച്ചു എന്നല്ലേ ബൈബിൾ പറയണത്. അപ്പോൾ ഒരു കാരണമില്ലാതെ നീ ഒരു പീഡാനുഭവം, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിന്നെ കള്ളക്കേസിലാക്കി. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചില്ലേ? ഒരു കാരണമില്ലല്ലോ. അപ്പോൾ നമ്മളവർക്കും അപ്പോൾ നമുക്ക് വൈരാഗ്യം,
വിദ്വേഷം, നിരാശ, എല്ലാ വികാരങ്ങളും കയറും. കാര്യം നമ്മൾ പ്രതിയല്ലല്ലോ ഇതിൻ്റെ അകത്ത്, എന്നിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ലേ. പക്ഷെ ആ സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിനക്ക് പറയാൻ പറ്റണം, കാരണം കൂടാതെ പീഡ അനുഭവിച്ചത് ഈശോയാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ കൂടെ ഇത് കൂട്ടി വെക്കുമ്പോൾ ഞാൻ ഈശോനെ പോലെയാകും. ഈശോനെ പോലെ ആയല്ലോ, കറക്റ്റല്ലേ അത്? ഇതിനെടുക്കണ സമയം, അത് നിനക്ക് ഉണ്ടാകുന്ന വൈകാരിക ആഘാതങ്ങളും വേദനകൾക്ക് നീ അത് കർത്താവിനെ പ്രതി എടുക്കുന്ന സമയം. ചിലർക്ക് 10 കൊല്ലം എടുക്കും, ചിലർക്ക് ചത്താലും എടുക്കത്തില്ല. ചിലർ വെറുപ്പോടെ മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ എത്ര അടുത്ത് പോയിരുന്നവർ മരിക്കാൻ നേരത്ത് ഒടുക്കത്തെ കൊടുത്ത് കുർബാന കൊടുത്ത് ഉപദേശിച്ചാലും അവർ വെറുപ്പോടെ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 1500 പേരെങ്കിലും ഞാൻ ഒടുക്കത്തെ കൊടുത്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് ഒരു 200 പേരുടെയെങ്കിലും കൂടെ ഞാൻ മരിക്കണ സമയത്ത് കരം പിടിച്ച് കൂടെ ഇരുന്നിട്ടുണ്ട്. അവർ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈവിടത്തുള്ളായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവസാന നിമിഷം വരെ വെറുപ്പ് മാറാതെ കർത്താവിലേക്ക് ജീവൻ വെടിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക അസാധ്യം. അവരെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഹൃദയം കഠിനമാക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഈ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരിക നേത്രമാണ്. ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞ ആന്തരിക നേത്രമില്ലേ, എല്ലാ കാഴ്ചകളും ദൈവം കാണുന്ന പോലെ കാണാനുള്ള കഴിവിനാണ് ആന്തരിക നേത്രമെന്ന് പറയുന്നത്. എഫേസ്യസ് 1:18. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേപോലെ ജീവിക്കാൻ, അങ്ങേപോലെ ആയിത്തീരാൻ കർത്താവേ, ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, ഓരോ മക്കളുടെ മേലും കൃപ ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എഫേസ്യസ് 1:18. ഏത് തരത്തിലുള്ള പറഞ്ഞേ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആരിലൂടെ സംഭവിച്ചാലും വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി, അവിടെ മഹത്വത്തിൻ്റെ സമൃദ്ധി എന്നാണ് പറയണത്. മഹത്വം എന്ന് പറയുമ്പോൾ പാല് തന്നെയുണ്ട്, നല്ല കട്ടിപ്പാലുണ്ട്, വെള്ളം ചേർത്ത പാലുണ്ട്, പാലും വെള്ളവും കൂടി പാലിനേക്കാൾ കൂടെ ഒരു വെള്ളമുള്ളവരുണ്ട് അല്ലേ, അങ്ങനെ ചേർത്തൊക്കെ കൊടുക്കും. അതുപോലെ സമർത്ഥം, മഹത്വത്തിന് തന്നെ സമൃദ്ധിയുടെ വിഷയങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർ എന്നോട് പറയുക, അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു ചില 10-50 വയസ്സുള്ള ആണുങ്ങൾ വന്നിട്ട് മരിച്ചുപോയ അപ്പനെക്കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കും. അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കുറേ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതെല്ലാം വിറ്റ് തുലച്ച് ഇപ്പം മക്കൾ കിടന്ന് വിഷമിക്കുകയാണ്. ഇങ്ങനെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തന്നിട്ട് പോയ ദുഃഖങ്ങൾ ഇനി നമുക്ക് ഇപ്പോഴും നിരാശയാണ്. നമുക്ക് ഈ നിരാശയെപ്പോലും നമുക്ക് പ്രത്യാശയാക്കി മാറ്റാൻ പറ്റും. എന്താ കാര്യം? ഇത് ക്രിസ്തുവിന് കാലമില്ല. ക്രിസ്തുവിന് കാലമില്ലാത്തത് കാരണം ഇന്നലെ ഇല്ല, നാളെ ഇല്ല, എവർ പ്രസൻറ്റാണ്, നിത്യവർത്തമാനത്തിലാണ്. അതുകൊണ്ട് ഇന്നലെ സംഭവിച്ച കാര്യം ഇന്ന് സംഭവിച്ച പോലെയാണ് ക്രിസ്തുവിന്, നാളെ സംഭവിക്കാൻ പോണതും ഇന്ന് സംഭവിക്കണ പോലെയാണ് ക്രിസ്തുവിന്. അതുകൊണ്ട് അപ്പൻ കഴിഞ്ഞ ഭൂതകാലത്ത് നിന്നോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ ക്ഷമിച്ചാൽ
ഇപ്പോൾ ക്ഷമിക്കുമ്പോഴും അത് നിനക്ക് വരുമാനമായി, കൃപയുടെ വരുമാനമായി, ക്രിസ്തുവിൻ്റെ ദാനമായി മാറും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് നിറയ്ക്കണമേ. ക്ഷമിക്കാനും സഹിക്കാനും അങ്ങനെ കൃപയുടെ വരുമാനം കൂട്ടാൻ പരിശുദ്ധാത്മാവ് നൽകണമേ. എല്ലാവരും അനുഗ്രഹത്തിൽ അതിമതിയെ ചേർന്ന് പാടാം. അനുദിനത്തിൽ പാദഗതിയെ അടിയുവിൽ കൃപമതിയെ അനുദിനത്തിൽ പാദഗതിയെ അടിയുവിൽ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതായത് പുനരുത്ഥാനത്തിന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പീഡാസഹനങ്ങൾ, സങ്കടങ്ങൾ, മാനസികവും ശാരീരികമായ ക്ലേശങ്ങൾ, അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പ്രതി ഒരു വ്യക്തി കാഴ്ചവെക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്താണ്. അതിനോട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് പുനരുത്ഥാനത്തിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പുനരുത്ഥാനത്തിൻ്റെ പങ്ക് നമുക്ക് ലഭിക്കും. പക്ഷേ പ്രശ്നം അതല്ല. ഒരു വ്യക്തിക്ക് അവന് ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങളോ മാനസികമായ ആഘാതങ്ങളോ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, സമർപ്പിക്കാൻ വേണ്ടി എടുക്കണ സമയം, ആ സമയം ഞാൻ പറഞ്ഞു, ചിലർ 10 കൊല്ലം എടുക്കും, ചിലർ 5 കൊല്ലം എടുക്കും, ചിലർ ഒരു കൊല്ലം എടുക്കും, ചിലർ 1 മാസം എടുക്കും, ചിലർ വിത്തിൻ നോ ടൈം, 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതാണ് തത്സമയ സാക്ഷി എന്ന് പറയുന്നത്. അമ്മ പുനരുത്ഥാനത്തിൻ്റെ പിൻസാക്ഷിയും തത്സമയ സാക്ഷിയുമാണ്. കാര്യം അമ്മയുടെ ക്ലേശങ്ങൾ, മാനസികമോ ശാരീരികമോ ആയി വന്ന ക്ലേശങ്ങൾ ദൈവനാമത്തിൽ ഏറ്റെടുക്കാൻ അമ്മ ഒരു നിമിഷം പോലും എടുത്തില്ലെന്നുള്ളതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ആ തത്സമയ സാക്ഷ്യം വരണത്. അമ്മ ഒരു വീട്ടിലും അമ്മയുടെ നിറവേറുമായിട്ട് ചെന്നിട്ട് വീടുകളെല്ലാം കുട്ടി അടച്ചിട്ടും ചാണാക്കുഴി വന്ന് പ്രസവിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ അട്ടടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയപ്പോഴും ഇത്രയും അനാഥമായി പിന്തള്ളപ്പെടുമ്പോഴും അത് ആന്തരിക നേത്രങ്ങൾ അമ്മയ്ക്കുണ്ടായത് കാരണം എഫേസ്യസിൻ്റെ നമ്മൾ നേരത്തെ വായിച്ച എഫേസ്യസ് 1:18 എന്താണ്? അതായത് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അമ്മയുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ടത് കാരണം അമ്മ നിരാകരണങ്ങളൊന്നും അനുഭവിച്ചില്ല. ആരും അമ്മയെ പ്രസവിക്കാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാത്തപ്പോഴും അവസാനം കാലിത്തൊഴുത്തിൽ വന്ന് പാതിരാത്രിക്ക് കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോഴും അമ്മയുടെ മനസ്സിലെ ആന്തരിക നേത്രം തുറന്നിരിക്കുകയായിരുന്നു. അത് കാരണം ആ ഇരുട്ടമ്മ കണ്ടില്ല. അമ്മ കണ്ടത് എന്താണ്? ലഭിക്കാതിരിക്കുന്ന മഹത്വം. ദൈവവേദനേ, നിന്റെ ക്ലേശങ്ങളുടെ കാലത്ത് മാനസികമായോ ശാരീരികമായോ നീ പീഡിപ്പിക്കപ്പെട്ടാൽ നിന്റെ ആന്തരിക നേത്രം തുറന്നിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് അത് കൂട്ടുവെക്കാനുള്ള വിശ്വാസം നിന്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കും. ആന്തരിക നേത്രം തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 1:18 വായിക്കത്തില്ലേ? റോമാലേഖനത്തിൽ 18:1 റോമാലേഖനം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം നേരിട്ട് പറഞ്ഞേ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിലെ ഒരു വിശ്വാസി എന്തോർക്കണം? ക്ലേശങ്ങളുടെ മുഖത്ത് എന്താണ് ഓർക്കേണ്ടത്? ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ. ഈ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ ഓർക്കാൻ നീ എടുക്കുന്ന സമയമാണ് നിന്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവ സമയം. കൈയടിച്ച് കർത്താവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
യേശുവേ ആരാധന, ആരാധന കരങ്ങൾ വീശി ദിവ്യകാരുണ്യം ഈശോയെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് അപ്പൊ കഷ്ടതകൾ എന്ന് പറയുമ്പോൾ ദൈവം ഉടനെ പറയും നിസ്സാരമാണെന്ന് പറയും. ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും അത് നിസ്സാരമാണെന്ന് പറയും. ഇതാ സംഭവം. ബാങ്കുകാരൻ വന്ന് 2 കോടിക്ക് ജപ്തി ചെയ്യാൻ പോണ്, നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും നിസ്സാരമാണെന്ന് പറയും. എന്താ കാര്യം? അത് റോമ 1:18-5 വെച്ചാൽ എന്താണ്? ആന്തരിക നേത്രങ്ങൾ എഫേസ്യൻസ് 1:18 അനുസരിച്ച് കൊണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ, റോമ 18:1 അനുസരിച്ച് കൊണ്ട് നിനക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടത, ഇന്നത്തെ കഷ്ടത നിസ്സാരമാണെന്ന് ആരനുഭവിക്കുന്നുവോ അവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നിരിക്കുന്നു, അവൻ മഹത്വം കാണുന്നു. അവനാണ് പുനരുത്ഥാനത്തിൻ്റെ തത്സമയ സാക്ഷി. അമ്മ പുനരുത്ഥാനത്തിൻ്റെ തത്സമയ സാക്ഷിയാണ്. എന്താ കാരണം? ആട്ടിടയന്മാർ പോയപ്പോൾ തനിക്ക് ലഭിക്കാതിരിക്കുന്ന ചാണാക്കുഴി കിടന്ന് ആരോരുമില്ലാതെ അനാഥ പ്രേതം പോലെ പ്രസവിക്കേണ്ടി വരുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ, വിശ്വാസത്തോടെ സ്നേഹത്തോടെ കാഴ്ചവെച്ചാൽ തനിക്ക് തൻ്റെ മകൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം ലഭിക്കുമെന്ന് ആദ്യം വിശ്വസിച്ച പുനരുത്ഥാനത്തിൻ്റെ പിൻസാക്ഷി, തത്സമയ സാക്ഷി അമ്മ കൈയിടിച്ച് കിടന്നിട്ടുള്ള അമ്മേ പരിശുദ്ധ മാതാവേ, പുനരുത്ഥാനത്തിന് തത്സമയ സാക്ഷിയെ ഞങ്ങൾ അങ്ങയിലൂടെ ഈശോയെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ചേർന്ന് പാടാം. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതെല്ലാം അമ്മയ്ക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഇത്രയും സ്പീഡായിട്ട് തൻ്റെ പീഡാസകനങ്ങളെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടും ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോടും കൂട്ടിവെക്കാൻ അമ്മയ്ക്ക് സമയമെടുക്കാഞ്ഞ എന്താണ്? സമയത്തെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ചാലകശക്തി എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവത്തിലെ നീ എന്തിനു വേണ്ടി അന്വേഷിച്ചാലും ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന വചനം, ഞാൻ മണവാളനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് നേരത്തെ അറിയാമെന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഞാനിത് സ്വമേധയാ സമർപ്പിക്കണതാ, ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കണില്ല. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരു 10:18 ഉണ്ട്, ഞാനിത് സ്വമേധയാ സമർപ്പിക്കുന്നതാണെന്ന്. അപ്പോൾ ഉടനെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, അവൻ മണവാളനായിട്ടാണ് എതിരേറ്റ് വരേണ്ടത് ഓശാനിക്ക്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ പുരോഹിതൻ ജീവിത പങ്കാളി വരനോടും വധുവിനോടും എന്താ പറയണത്? നീ നിൽക്കുന്ന ഭാര്യയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? അതാണ് ചോദ്യം, അല്ലേ? ഈ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയും ആരുടെയും സമ്മർദ്ദം കൂടാതെയുമാണ് ഞാൻ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, പാപത്തിന് പരിഹാരമായി ക്രൂശിക്കപ്പെടുന്നത്. അതാണ് ഈശോ മണവാളനാണെന്ന് പറയണത്. അവനത് ചെയ്തത് എങ്ങനെയാണ്? നമ്മളോടുള്ള പരിപൂർണമായ സ്നേഹത്താൽ, ആരോടും സമ്മർദ്ദമില്ലാതെ, ആരുടെയും സമ്മർദ്ദമില്ലാതെ, പൂർണ്ണമായ അറിവോടാണ് ദൈവവേദനയെ എനിക്ക് നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ അത് എൻ്റെയും നിന്നെ പുനരുത്ഥാനം സംഭവിക്കണത് അവനും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ദൈവവേദനയെ നിനക്ക് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ആണ് നീയെങ്കിൽ
അത് നിനക്ക് പുനരുത്ഥാനത്തിന് പങ്കാളിയാകണം. മാത്രമല്ലേ നീ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസ്നേഹം നിറയുമ്പോൾ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ മുഴുവനും ദൈവസ്നേഹം നിറഞ്ഞവളെ എന്നാണ് അമ്മയെ വിളിച്ചത്. കരുത്തോമനെ, കരുത്താസ് എന്നൊക്കെ പറയുമ്പോഴെല്ലാം സ്നേഹം തന്നെയാണ്. കൃപയെന്നൊക്കെ തർജ്ജമ ചെയ്താലും ഹൃദയം നിറഞ്ഞ് സ്നേഹമുള്ളവളെ, ദൈവത്തോടും മനുഷ്യനോടും മനുഷ്യന് രക്ഷയ്ക്ക് സ്നേഹമുള്ളവളെ എന്നാണ് മാലാഖ അമ്മയെ വിളിച്ചത്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. കൃപ അവിടെ സ്നേഹമാണ്. ദൈവത്തോടും മനുഷ്യരോടും ദൈവമാതാവിനുണ്ടായിരുന്ന സ്നേഹമാണ് സമയം ചുരുക്കിക്കളഞ്ഞത്, പുനരുത്ഥാനത്തിൻ്റെ സമയം ചുരുക്കിക്കളഞ്ഞത്. താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ദൈവനാമത്തിലാണ് തിരിച്ചറിയാൻ ഹി ഹാസ് ടേക്ക് നോട്ട് ടൈം. അവൾ സമയമെടുത്തില്ല. നീ ഞാനും എന്നാണ് ക്ലേശങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് സന്തോഷത്തിന് കാരണമായി യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് സമയമെടുക്കാത്തത് നമ്മളും. ആരാണ് എൻ്റെ അമ്മ? സമയമെടുക്കാത്തവളാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവസ്നേഹത്താൽ നമ്മളും സഹനത്തിന് ആന്തരിക പൊരുൾ മനസ്സിലാക്കാൻ സമയമെടുക്കാതിരിക്കുന്നത്. അങ്ങനെ സമയമെടുക്കാത്ത പുനരുത്ഥാനത്തിൻ്റെ അമ്മയെപ്പോലെ തത്സമയ സാക്ഷിയാകാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, പുനരുദ്ധാരത്തിന് അമ്മയെ പോലെ തത്സമയ സാക്ഷിയായി തീരാൻ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. മക്കളെ, ശരീരഭാഗങ്ങളിലെ രോഗമുള്ളിടത്ത് രോഗികളെ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. ഇപ്പോൾ ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയാൻ എന്നെ വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. രോഗികളെ കർത്താവേ, അനേകം രോഗികൾ കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, രോഗമുള്ളിടത്തെല്ലാം കൈവച്ചുകൊണ്ട് യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര, കർത്താവേ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകര, രോഗമുള്ള ഇടത്തെല്ലാം വെക്കുന്ന കൈകൾ വെക്കുന്ന മക്കളുടെ അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ആവശിക്കട്ടെ. അന്തർകാലത്ത് നൽകുവനെ, ചെകിടിന് കേട് നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോരോഗ്യപ്പെടുത്തവനെ, തലവാര രോഗ്യപ്പെടുത്തവനെ, മനുഷ്യനെ ഉയർപ്പിച്ചവനെ ഈശോ അത് സ്പർശിക്കുന്ന കർത്താവേ. ഉടൽ രോഗങ്ങള്, ഉടൽ രോഗങ്ങള്, കുട്ടി രോഗങ്ങള്, രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ആരോഗ്യ രോഗങ്ങള്, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, തത്സമയം സൗഖ്യങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടമില്ല നീങ്ങിടട്ടെ, രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. നമ്മളിനി പ്രാർത്ഥിക്കാൻ പോണത് നെഞ്ചിൽ കൈവണച്ച് വെച്ച് ജീവിതം മൊത്തം ഏൽപ്പിക്കുക. നെഞ്ചിൽ പിണച്ച് വെച്ച് ജീവിതം മൊത്തം ഏൽപ്പിക്കുക. അമ്മ ഇപ്പം നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും നിൻ്റെ കഷ്ടപ്പാടുകൾ നിനക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അതിന് സാങ്കേതിക ദുരിതം അനുഭവിക്കുന്നവർ, അതിൻ്റെ വിടുതലിന് വേണ്ടി മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, SSCയും PDCയും മറ്റ് ഗ്രാജുവേഷൻ പരീക്ഷകളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ചില നൈപുണ്യ പരീക്ഷകളുടെ, മത്സര പരീക്ഷകളുടെ, യോഗ്യതാ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അതിന് ആവശ്യമായ സ്കോർ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തിക കടങ്ങൾ വിഷമിക്കുന്നവർ, കുടുംബത്തിൽ കലഹങ്ങളും ഭിന്നതകളും വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, കടമുള്ളവർ, വരുമാനമില്ലാത്തവർ,
ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വരുമാനം ഇല്ലാത്തവരെ, കിട്ടാത്തവരെ, മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ, ഉടമ്പടി ചെയ്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും ദൈവവേദരെ ഇപ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ ഓർക്കുക. ഉടമ്പടി ചെയ്തിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന നിൻ്റെ നാമവും നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ വചനവും അനുസരിച്ച് ജീവിച്ച് സുവിശേഷത്തിന് സാക്ഷിയായിക്കൊള്ളാവുന്ന അങ്ങയുടെ തിരുസ അമ്മയുടെ മധ്യത്തിൽ യേശുനാമത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഇപ്പോഴും അമ്മയെ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 35 വർഷം അർപ്പിച്ച കൃപായുടെ ശക്തിയാൽ കൃപാസാൽത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ ദുരിതങ്ങൾ, രോഗങ്ങൾ മാറിപ്പോട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ആരാധന. ഹല്ലേലൂയ. കൈകളടിച്ചുകൊണ്ട് കരങ്ങൾ വീശി, കൈകൾ വീശി സൗഖ്യം നൽകിയ കർത്താവിന്, അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ സ്പർശിച്ച കർത്താവേ, മാരക രോഗം സുഖപ്പെടുത്തിയ കർത്താവേ. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക. ഹൃദയത്തിൽ വരുന്ന വേദനകളും വിങ്ങലുകളും, നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന, വിങ്ങല് ഇപ്പോഴും അമ്മയെ ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകാൻ പോകുന്ന സമയമാണ്. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആശീർവാദത്തിൻ്റെ സമയത്തും എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് നിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുക. ആശീർവാദം കഴിഞ്ഞും 2-3 അറിയിപ്പുകളുണ്ടായിരിക്കും. ശ്രുതികയുടെ വിഷയങ്ങൾ ഓർക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കുകയാണ്. നിന്റെ എല്ലാ വേദനകളിലും, നിന്റെ എല്ലാ നിയോഗങ്ങളിലും, നിന്റെ ഉടമ്പടി നിയോഗങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. കർത്താവേ, തീരാവ്യാധികളെയും മാരകമായ രോഗം കഴിയുന്നവരെയും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, വെബ്സൈറ്റിൽ തിരിതെളിച്ച് ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, കർത്താവേ യൂക്രിസ്റ്റ് മീറ്റില്, ഗൂഗിൾ മീറ്റിലെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, ഇപ്പോഴും കൃപാസനത്തിലായിരിക്കുന്നവരെ, കർത്താവിന്റെ സമസ്ത നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, തൊഴിൽ രഹിതര്, പൗരരഹിതര്, തൊഴിൽ സുരക്ഷിതമില്ലാത്തവര്, കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയവര്, കർത്താവെ ഇപ്പോൾ ആശീർവദിച്ച് നന്ദി പറയുന്നു. കർത്താവ് വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ, പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, IELTS OET എക്സാം എഴുതുന്നവരെ, കർത്താവെ B2 ലെവൽ എക്സാം എഴുതി ഒരുങ്ങുന്നവരെ, കർത്താവെ ആശീർവദിക്ക് നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉടമ്പടി നിയോഗങ്ങൾ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ശിരസ് നമിച്ച്